ഭദ്രമായി സൂക്ഷിച്ചോളൂ. ഹരിദേവോ സൂക്ഷിക്കും, ഉറപ്പായിട്ട് സൂക്ഷിക്കും. ഇവരെ വിശ്വസിച്ചിട്ട് ഞാൻ കൊടുക്കുകയാണ്. കരമുക്കുന്ന സ്ഥലത്തിന്റെ പേര് ഓക്കെ. ഇപ്പൊ ഇവിടത്തെ ജനങ്ങളൊന്ന് ശ്രദ്ധിച്ചേക്കാം. രണ്ടുപേർക്കും ഞാനൊരു വിശ്വസിച്ച് രണ്ട് സാധനങ്ങൾ കൊടുക്കുകയാണ് കേട്ടോ. ഏകനാഥ്, ആ റിബണിന്റെ ഓരോന്നിന്റെ കളറുകൾ പറഞ്ഞ് ഇതിൽ നിക്ഷേപിക്കണം കേട്ടോ. ബ്ലൂ, റെഡ്, ഗ്രീൻ. ഏതൊക്കെ കളറാണ്? ബ്ലൂ, റെഡ്, ഗ്രീൻ. ഇതൊന്ന് പിടിച്ചോളൂ കേട്ടോ. കൊട സൂക്ഷിക്കല്ലേ, ഞാൻ പൊതിഞ്ഞു തരാം. ഏകനാഥ്, ഭദ്രായി പിടിച്ചിട്ടില്ലേ? ഉറപ്പല്ലേ? നോക്കാം, നമുക്കൊന്ന് ഇതിലുണ്ടോ നോക്കണ്ടേ? നോക്കിയേ. ഉണ്ട്. ഓക്കെ ഇട്ടോളൂ. ഇല്ല, ഞാൻ പോകുന്നു നോക്കിയാണ്. പിടിച്ചോട്ടെ. ഞാനിവിടെ അവതരിപ്പിക്കുന്ന മാജിക് എന്താണെന്ന് വെച്ചാൽ വിക്രമാദിത്യ കഥകളിൽ നിങ്ങൾ കേട്ടിട്ടുള്ള കൂടുവിട്ട് കൂടുമാറ്റത്തോട് സാദൃശ്യമുള്ള ഒരു മാജിക്കാണ്. പാസ്യം. ഏകനാഥ്, ഞാനിവിടെ ഒരു മാജിക് അവതരിപ്പിച്ചു. ഏകനാഥിന് എന്തെങ്കിലും അനുഭവപ്പെട്ടോ? ഒന്നും അനുഭവപ്പെട്ടില്ല. തരിപ്പോ ഒന്നും അനുഭവപ്പെട്ടില്ല. ഓക്കെ. ഹരിദേവോ ഓക്കെയാണ്, റെഡിയാണ്. ഇത് നോക്കട്ടെ. ഹരിദേവേ, ഞാൻ തുടക്കത്തിലൊരു കാര്യം ഇവിടെ പറഞ്ഞിരുന്നു ഇല്ലേ? എന്താ പറഞ്ഞത്? എന്താണ്? കേടാക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, സൂക്ഷിക്കണം എന്നാണ് പറഞ്ഞത്. സൂക്ഷിക്കണമെന്നല്ല പറഞ്ഞത്. സൂക്ഷിച്ചാൽ എന്നിട്ട് ഇവരൊക്കെ എങ്ങനെ വിശ്വസിച്ചൊരു സാധനം കൊടുക്കും അല്ലേ? എന്നിട്ട് എന്റെ കൊടയുണ്ട്. അതാണ് ഞാൻ തന്ന കൊട എനിക്ക് അതേമാതിരി തരണം, അല്ലെങ്കിൽ ഹരിദേവ് ഇവിടെ നിന്ന് പോവില്ല. ഹരിദേവിന്റെ അച്ഛനമ്മ വന്നിട്ടുണ്ടാ? 1500 രൂപയാണ് അതിന് കൊടറ റേറ്റ്. ഇവിടെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഹരിദേവിനെ കൊണ്ടുപോകാം കേട്ടാ. ഓക്കെ അല്ലേ? പൈസ കൊണ്ടുവന്നിട്ടില്ല അച്ഛനമ്മ? ഇല്ല, എൻ്റെ വീട്ടിൽ പോവാം നമുക്ക്. എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ്, അങ്ങോട്ട് പോവാം. ഓക്കെയാണ് ആള്? ഓക്കെ, റെഡി. മോൻ്റെ ഉണ്ടല്ലോ അല്ലേ? തുറന്നു നോക്കി.
ഇല്ലേ അതും ഉണ്ട്. രണ്ടുപേരെയും ഇവിടെ ഉണ്ട്. രണ്ടുപേരും വന്നതിൽ വളരെയധികം താങ്ക്സ്. രണ്ടുപേരും ചെറിയൊരു സമ്മാനം തന്നെ ഞാൻ വിടാം.